ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാളെ നവീന്റെ ബർത്ത്ഡേയാ. സാധാരണ കളരിക്കൽ തറവാട്ടിലെ ഏറ്റവും വലിയ ആഘോഷമാ നവീന്റെ ബർത്ത്ഡേ. പക്ഷേ ഇത്തവണ പൂജകൾ നടക്കുന്നത് കൊണ്ടും ഗാഥമോള് വ്രതത്തിലായതുകൊണ്ടും ചെറിയൊരു ചടങ്ങായിട്ട് നടത്തിയാ മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നന്നായി. തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഞാൻ ഗാഥമോളുടെ അഭിപ്രായം ചോദിച്ചു കേട്ടോ. വളരെ സിമ്പിളായി നടത്തിയാ മതിയെന്ന് തന്നെയാ ഗാഥമോളുടെ അഭിപ്രായം. പക്ഷേ എത്ര സിമ്പിളായാലും വേണ്ടപ്പെട്ടവരെല്ലാം അടുത്തുണ്ടാവണമല്ലോ. അതുകൊണ്ട് ചിത്താരയും സിനിയും നിർബന്ധമായിട്ടും വരണം. അല്ല അത് പിന്നെ സുമിത്ര, ദേ മറുവാക്കൊന്നും പറയണ്ട, തിരക്കിനെ കുറിച്ചും പറയണ്ട. ഞാൻ ഗാഥമോളെ കൊണ്ട് വിളിപ്പിക്കണോ? വേണ്ട, ഞങ്ങള് വന്നോളാം. ആ എന്നാ പിന്നെ വന്നിട്ട് കാണാം. ഗാഥമോൾക്ക് സന്തോഷാവും. ഗാഥമോളുടെ ഏറ്റവും വലിയ സന്തോഷം മമ്മിയെ കാണുന്നതാണല്ലോ. അപ്പൊ പിന്നെ ശരി ചിത്താരെ. ശരി. നാളെ നവീന്റെ ബർത്ത്ഡേ, അവിടെ വരെ ഒന്ന് പോണം. അപ്പോ ഞാൻ വരണ്ടേ? നവീന്റെ പിറന്നാളിന് നവീനോടൊപ്പം ഉണ്ടാവേണ്ടത് ഞാനാ, അല്ലാതെ തെരുവ് സന്തതിയായ അവളല്ല. അതെങ്ങനെയാ മാഡം? നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് പോയ കുഴപ്പമുണ്ടായല്ലോ. മമ്മി അവളെ വിളിച്ചൊന്ന് പറഞ്ഞാ മതി. രാവിലെ തന്നെ എവിടേക്കെങ്കിലും പൊക്കോളാൻ പറ. പകരം ഞാൻ ചെന്ന് നിന്ന് ഫംഗ്ഷൻ ഭംഗിയായിട്ട് നടത്തിയിട്ട് തിരിച്ചു വന്നോളാം. വേണ്ട, ഇതിനു വേണ്ടി മോള് ബഹളം വെക്കാൻ നിൽക്കരുത്. ഇന്നലെ തന്നെ പൂജ തടസ്സപ്പെടുത്തിയതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയതാ. വീണ്ടും പരീക്ഷണം നടത്താൻ വയ്യ. മമ്മി, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. കളരിക്കൽ വീട്ടിലെ ഒരു ചടങ്ങും നിന്നെ കൊണ്ട് ചെയ്യിക്കില്ലെന്ന് തീരുമാനിച്ചത് ഞാനാ. അതെ, നീ ജീവനോടെ ഉണ്ടാവണം എന്നുള്ള എന്റെ നിർബന്ധം കൊണ്ടാ. ഹാ, എങ്കി പിന്നെ ആരും പോണ്ട. അതെങ്ങനെയാ മാഡം? അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുക്കളല്ലേ. മമ്മി പോകാതിരുന്ന പരാതി പറയില്ലേ? മമ്മിക്ക് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാ മതി. ഞാൻ വാക്കു കൊടുത്തു പോയി, അതെനിക്ക് പാലിച്ചല്ലേ പറ്റൂ. മോളെ, എങ്ങനെങ്കിലും ഈ പൂജയൊന്ന് അവസാനിക്കുന്നവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അതുകൂടെ കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് എടുത്തെറിഞ്ഞ് കളയണം. ഗാഥാ മാഡത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എവിടെ? മനസ്സുകൊണ്ടല്ലോ ചിന്തിക്കുന്നത്, പക കൊണ്ടല്ലേ. അങ്ങനെ എന്റെ മനസ്സിൽ പക മാത്രമായിരുന്നെങ്കിൽ അവക്ക് വേണ്ടി, ആ കൃഷ്ണയ്ക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീർ എന്റെ കണ്ണിൽ നിന്ന് പൊടിയുമായിരുന്നു.